ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ മദ്യ അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് ചില വിഷയങ്ങൾ പറയാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ഒരാമുഖവും അതോടൊപ്പം അതിൻ്റെ ഒരു ഒന്നാമത്തെ വിഷയവും വളരെ ശക്തമായ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബോധവൽക്കരണങ്ങൾക്ക് മനുഷ്യനെ ഇത്തരം എല്ലാത്തരം ലഹരികളിൽ നിന്നും, ലഹരി എന്ന് പറയുമ്പോൾ പണ്ടുണ്ടായിരുന്ന കഴിക്കുന്നതോ കുടിക്കുന്നതോ ഒക്കെ ആയ വസ്തുക്കളുടെ അപ്പുറത്ത് മനുഷ്യൻ്റെ തലച്ചോറിനെ അതിലേറെ ശക്തമായി ബാധിക്കുന്ന ലഹരികൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അതെല്ലാം ഉന്മൂലനം ചെയ്യാനുള്ള നല്ല വഴി നമുക്കൊക്കെ അറിയുന്നത് പോലെ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ജീവിതക്രമം സൃഷ്ടിക്കലാണ് എന്നത് കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി രണ്ടാമത്തെ ഒരു വീഡിയോയിൽ രണ്ട് നിർദ്ദേശങ്ങൾ കൂടി നിങ്ങളോട് വെക്കുകയാണ്. തുടർച്ചയായ നമ്പറുകളിൽ തന്നെ അടുത്ത രണ്ട് നിർദ്ദേശങ്ങൾ കൂടി വെക്കാനാണ് ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഒരു നിർദ്ദേശം എനിക്ക് പറയാനുള്ളത് ജാഗ്രതാ സമിതികളാണ്. ഓരോ നാട്ടിലും നമുക്ക് ജാഗ്രതാ സമിതികൾ വേണം. രാഷ്ട്രീയ മതവ്യത്യാസമില്ലാതെ ഒന്നിച്ച് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ജാഗ്രതാ സമിതികൾ വേണം. എന്താണ് ജാഗ്രതാ സമിതികൾക്ക് ചെയ്യാൻ കഴിയുക? ജാഗ്രതാ സമിതികൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, അഡിക്റ്റഡായ ആളുകളെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. പൂർണ്ണമായും മദ്യത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവരെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. രണ്ട്, മദ്യത്തിൻ്റെ വിൽപ്പന ഈ സമൂഹത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. വിശേഷിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ. അതും ഇളം തലമുറയുടെ തെളിഞ്ഞ മസ്തിഷ്കത്തിൽ വിത്തുപാകുന്ന പദ്ധതികളാണ് ലോകത്താകമാനം മദ്യമാഫിയ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൂഢമായ ആസൂത്രിതമായ പദ്ധതികൾ. അവൻ കഴിക്കുന്ന മധുരമിഠായിയിൽ അതെങ്ങനെ നിക്ഷേപിക്കാം, അവൻ കഴിക്കുന്ന കുപ്പിപ്പാലിൽ അതെങ്ങനെ നിക്ഷേപിക്കാമെന്നായിരിക്കും ഒരുപക്ഷെ അവൻ്റെ ഗവേഷണം. ഇവിടുത്തെ മദ്യരാജാക്കന്മാരുടെയും ലഹരി രാജാക്കന്മാരുടെയും ഗവേഷണം. ഒരു ക്രമപ്രദമായി അവനെ എങ്ങനെ വലിച്ചു കൊണ്ടുവരാം, ഒറ്റയടിക്ക് കുടിക്കാരനാക്കുന്നതിന് പകരം എങ്ങനെ വലിച്ചു കൊണ്ടുവരാം എന്ന രീതിയിലാണ് ഇന്നത്തെ മദ്യ മാഫിയ അടക്കമുള്ളവർ ചിന്തിക്കുന്നത് എന്നത് പലപ്പോഴും ചില കൊച്ചു കൊച്ചു പഠനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാഗ്രതാ സമിതികൾ വേണം. ജാഗ്രതാ സമിതികൾക്ക് ചെയ്യാൻ കഴിയുക, നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ നല്ല രീതിയിൽ നടന്നിരുന്നൊരു കാര്യമാണ്. മുതിർന്നവർ കുട്ടികളൊക്കെ ഓവാലത്തിലൊക്കെ ഇരിക്കുമ്പോൾ എന്താടാ അവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് പോകാനായില്ലേ എന്ന് ചോദിച്ചിരുന്ന ഒരു പഴയ പക്വതയാർന്ന തലമുറ ഉണ്ടായിരുന്നു. അത് വീണ്ടും ഉണ്ടായി വരണം നമ്മുടെ നാട്ടിൽ. അതേപോലെ തന്നെ പോലീസ് ചെയ്യേണ്ട ചില പണികൾ, പോലീസിന് കറക്റ്റ് ആളെ കണ്ടെത്തി കൊടുക്കുക പോലത്തെ കാര്യങ്ങൾ. ഒരിക്കലും ഒരു മോറൽ പോലീസിങ് ആവണം എന്നല്ല ഞാൻ പറയുന്നത്. ആളെ പിടിക്കലും അയാളെ അടിക്കലും ഇതൊക്കെ ഒരു സിവിലിയന് ചെയ്യാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അതിന് ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളത് ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യമല്ല. എന്നാൽ ശിക്ഷ നടപ്പിലാക്കേണ്ട ഇടങ്ങളിലേക്ക് അവരെ എത്തിക്കുക, ഫലപ്രദമായി പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. വിശേഷിച്ചും ഗൾഫ് ഫാമിലീസിൽ രക്ഷിതാക്കളോട് ഉണ്ടാകില്ല, അമ്മമാർ മാത്രമായിരിക്കും ഉണ്ടാവുക. അവരുടെ നിയന്ത്രണത്തിൽ ഈ കുട്ടികൾ നിൽക്കൂല. അങ്ങനത്തെ സ്ഥലത്ത് അയൽക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ റോളുണ്ട്. അതുപോലെ ഉള്ള ചില മേഖലകളിൽ ജാഗ്രതാ സമിതികൾ കൃത്യമായ ഡ്യൂറേഷനുകളിൽ അവരൊരുമിച്ചിരിക്കുകയും ഇത്തരം മേഖലകൾ ചിന്തിക്കും വേണം. ഒരു പത്രവാർത്തകൾക്ക് വേണ്ടിയുള്ള ഇരുത്തം എന്നതിലുപരി ഇതിന് ആത്മാർത്ഥമായിട്ട് നമ്മൾ എടുക്കണം. ഇപ്പോൾ പാലിയേറ്റീവ് പ്രവർത്തനം നാട്ടിൽ നടക്കുന്നുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനം എന്തുമാത്രം ആത്മാർത്ഥമാണ് സുഹൃത്തുക്കളെ. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ക്യാമറ കണ്ണുകൾക്ക് വിട്ടുകൊടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഓരോരുത്തരും സ്വകാര്യമായി രഹസ്യമായി അങ്ങനെ തന്നെയാണ് കാര്യമായിട്ട് പോകുന്നത്. ഊടുവഴികൾ താണ്ടി കയറി ചെന്ന് അവർ ചെയ്യണം. ഇതേപോലെ ഈ മദ്യവർജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തീർച്ചയായും വന്നിരിക്കുകയാണ്. അത്തരം ചില വളരെ നല്ല സ്റ്റെപ്പുകൾ എടുക്കാൻ നമ്മളൊക്കെ ഉള്ള കൂട്ടായ്മകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ അഭിമാനപൂർവ്വം ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാനും ആഗ്രഹിക്കുകയാണ്. ഇവിടെ എപ്പോഴും ഒരു പ്രശ്നം വരിക, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം. ഒരു മദ്യനിരോധനം എന്നതിലുപരി മദ്യത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആഹ്വാനവുമായി ബന്ധപ്പെട്ട് നടന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കവേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു SI, അദ്ദേഹം പറഞ്ഞു, ഒരു കേസിൽ അദ്ദേഹം ലഹരിക്ക് അഡിക്റ്റായ ചില ആളുകളെ പിടികൂടിയപ്പോൾ ആ കുട്ടികളെ ഇറക്കാൻ വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടികളിൽ ആളുകൾ വരികയാണ്. വന്നിട്ട് ഒരു പാർട്ടിയുടെ ആൾ പറഞ്ഞത്, സാറേ ആ വീട്ടിൽ 8 വോട്ടാണ്, ഇവനെ ഞാൻ ഇറക്കിയിട്ടില്ലെങ്കിൽ
മറ്റേ ടീം വന്ന് ഇറക്കും, ആ 8 വോട്ടും അങ്ങോട്ട് പോകും. എനിക്ക് പ്രശ്നമൊന്നുമില്ല, സാറ് അവർ വരുമ്പോഴും ഇറക്കരുത്, എന്നാൽ എനിക്ക് വിഷയമല്ല എന്നാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ചില ദുരന്തങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. മാത്രമല്ല, പലപ്പോഴും പാർട്ടിയും പ്രവർത്തനമൊക്കെ നീങ്ങണമെങ്കിൽ ഇത്തരം ചില മേഖലകളിൽ ചെറുപ്പക്കാരോട് സഹകരിക്കണം അതൊക്കെ ഇപ്പോൾ ഒരു നോർമൽ അല്ലേ എന്നൊരു തലത്തിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ ഈ ജാഗ്രതാ സമിതികളിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ കണിശമായി മോണിറ്ററിങ്ങിന് വിധേയമാക്കപ്പെടേണ്ടതാണ്. ഇതിൽ ഇടപെടാത്തവരൊന്നും നാട്ടിൽ ഈ രാഷ്ട്രീയമായിട്ട് നടക്കുന്നതിൽ അർത്ഥമില്ല. ഈ നാടിൻ്റെ ഒരു ദുരന്തമാണ്, അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകളൊന്നും ശരിയല്ല എന്നൊരു റീഡിങ്ങിലേക്ക്, നിങ്ങളൊന്നും അതിലില്ലല്ലേ, വളരെ മോശമായി എന്ന് ജനം പറയുന്ന രീതിയിലേക്ക് ഈ ജാഗ്രതാ സമിതികളെ എത്തിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നന്നാകും ഇവർ, നന്നാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഉണ്ടാവുക. അതായത് ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഒരാളൊരു ക്യാൻസർ രോഗിയായാൽ, അല്ലെങ്കിൽ അയാളെ കിഡ്നി പോയാൽ ലക്ഷങ്ങൾ പിരിക്കില്ല നമ്മൾ, ലക്ഷങ്ങൾ പിരിക്കും, അയാളെ സപ്പോർട്ട് ചെയ്യും, അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്യും. ഇതേപോലെ ഈ ലഹരി എന്നതൊരു രോഗമായി നമ്മൾ കാണുക. ഒരാളൊരു കിണറ്റിൽ വീണു, നടന്നു പോണ വഴിക്ക് ഒരാളൊരു കിണറ്റിൽ വീണു, ആ കിണറ്റിൽ വീണ ആളങ്ങോട്ട് കിണറ്റിൽ നിന്ന് കയറ്റി നിർത്തിയിട്ട് അയാളെ ആക്ഷേപിക്കുമോ? സ്വയം പോയി ചാടിയതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് അയാളെങ്ങനെ പോണ വഴിക്ക് ചാടി, ആ ചാടിയതിൻ്റെ പേരിൽ അയാളെ നമ്മൾ ആക്ഷേപിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ലഹരി ബാധിക്കുന്ന 90% ആളുകളും അവരിതിൽ പോയി പെടുന്നതാണ്. അത് ലഹരി ബാധിച്ചവരോട് സംസാരിച്ചാൽ നിങ്ങൾക്കറിയാം, ഓരോ വൈകുന്നേരങ്ങളിലും വീട്ടിൽ വന്ന് കലഹമുണ്ടാക്കി മദ്യം ഇറങ്ങുമ്പോൾ, ലഹരി ഇറങ്ങുമ്പോൾ ഭാര്യയുടെ പൊട്ടിയ ചുണ്ടും നെറ്റിയൊക്കെ കാണുമ്പോൾ ഇനി ഞാനില്ലെന്ന് അയാൾ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിജ്ഞ പാലിക്കാൻ കഴിയാതെ അയാളുടെ ബ്ലഡിൽ കലർന്ന ഈ ഒരു വസ്തു അത് അയാളെ പിടിച്ചു വലിക്കുകയാണ് വീണ്ടും ലഹരിയിലേക്ക്. ലഹരിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതിലൊരു പ്രതീക്ഷ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവനൊന്നിനി നന്നാകൂല, 28 കൊല്ലമായിട്ട് കുടിക്കണതാണ് എന്ന് പറയുന്നതിന് പകരം അവൻ നന്നാകും എന്ന രീതിയിൽ നമുക്ക് സമീപിക്കാൻ കഴിയണം. അതുപോലെ കുടിച്ചു തുടങ്ങുന്ന ചില വ്യക്തികളുണ്ടാകും, അല്ലെങ്കിൽ അതിൽ അകപ്പെടാൻ സാധ്യതയുള്ളവരുണ്ടാകും. അവരെയൊക്കെ നന്നാക്കിയെടുക്കാൻ കഴിയും സംസാരത്തിലൂടെ, ഇടപെടലിലൂടെ, പരിശ്രമങ്ങളിലൂടെ, ത്യാഗങ്ങളിലൂടെ എന്ന ബോധം തീർച്ചയായും ഇതിൽ നമ്മൾ കൈമാറേണ്ട വളരെ സുപ്രധാനമായ ഒരു മേഖലയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുക, പാതയോരത്ത് നഗ്നനായി കിടക്കുന്ന, വസ്ത്രം പോയി കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സെന്താണ്? നമുക്ക് സിമ്പതിയാണോ? നമുക്ക് പുച്ഛമാണോ? നമുക്ക് ദുഃഖമാണോ? നമുക്ക് പ്രതിഷേധമാണോ? നമുക്ക് എനിക്കൊരാളെ കിട്ടിയിരിക്കുന്നു രക്ഷപ്പെടുത്താൻ എന്ന പ്രതീക്ഷയും അതുപോലെ തന്നെ ആവേശവുമാണോ? എന്താണ് നമ്മുടെ ഒരു മനസ്സ്? ലഹരിമുക്തമായൊരു സാമൂഹിക ഘടനയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായും ഞാൻ പറയുന്നത് വീണ്ടും അത് തന്നെയാണ്. ഇപ്പോൾ രോഗികളെ ചികിത്സിക്കുന്നിടത്തൊക്കെ കാണിക്കുന്ന സന്നദ്ധത പോലെ നമ്മൾ സന്നദ്ധത കാണിക്കേണ്ട ഒരു മേഖലയാണിത്. ഇപ്പോൾ ന്യൂ ഹോപ്പ് എന്ന പേരിൽ ഈ നമ്മുടെയൊക്കെ സഹപ്രവർത്തകരുടെ ചില കൂട്ടായ്മകളുണ്ട്. ന്യൂ ഹോപ്പ് അവിടെ തന്നെ ആളുകളെ നിർത്തി ട്രീറ്റ് ചെയ്യുന്ന ചില സംരംഭങ്ങൾ, അവിടെയൊക്കെ വരുന്ന കേസുകൾ എടുത്തു നോക്കുമ്പോൾ അവിടെ അവർ രോഗികൾ എന്നാണ് പറയുന്നത്. ഒരിക്കലും മദ്യപാനികൾ എന്നുള്ള ഒരു പ്രയോഗത്തിലേക്ക് പോകണില്ല. അപ്പോൾ രോഗികളായി കണ്ട് ചെല്ലുമ്പോൾ നടക്കും. 20 ലക്ഷത്തിനും 25 ലക്ഷത്തിനൊക്കെ മദ്യപിച്ചിരുന്ന ചിലർ അതൊക്കെ ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് മദ്യപാനികളായി വരുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരായി വരുന്നവരെ നന്നാക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ നേർചിത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കും. പീസ് റേഡിയോ പോലെയുള്ള ചില ഞങ്ങളുടെ ഓഡിയോ പ്ലാറ്റ്ഫോമുകളിൽ അവരുമായിട്ടൊക്കെയുള്ള ഇൻ്റർവ്യൂസ് ഇഷ്ടം പോലെ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. അവരെ കാണില്ല, അവരെ ശബ്ദമേ കേൾക്കുള്ളൂ, അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ചില കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക്കിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ പീസ് റേഡിയോ പേജിൽ നിന്ന് തന്നെ വീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പ്രതീക്ഷയോടുകൂടെയുള്ള പ്രവർത്തനം വേണം. അതാണ് മൂന്നാമത്തത്. 7 നിർദ്ദേശങ്ങളിലെ 2-3 കാര്യങ്ങളാണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞത്. കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ, പലരും ഇടപെട്ടതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നൊരു നിർദ്ദേശം അതൊരു വലിയ പരിഹാരമായിരിക്കും. ചില ആളുകൾ അനുഭവസ്ഥരുണ്ടാകും, ഇത് കൈകാര്യം ചെയ്തവരൊക്കെ ഉണ്ടാകും. അപ്പം ആ ഒരു തലത്തിൽ ഇതിനെ കാണുക. ഒരു വലിയ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി പ്രതീക്ഷിക്കുകയാണ്.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.